വാലന്റൈൻസ് ഡേ ഇങ് എത്തിയല്ലേ. പോട്ടെ, വാലന്റൈൻസ് വീക്ക്. പ്രണയിതാക്കളുടെ ദിനമാണ് വാലന്റൈൻസ് ഡേ. സമ്മാനങ്ങളും റോസാപ്പൂക്കളും നൽകി നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ചെലവഴിക്കാനുള്ള ദിവസം. വാലന്റൈൻസ് ഡേ ഫെബ്രുവരി 14-നാണെങ്കിലും അതിനു മുമ്പ് തന്നെ പല ദിവസങ്ങളും പ്രണയിതാക്കൾക്കായിട്ടുണ്ട്. വാലന്റൈൻ വീക്കിലെ ഓരോ ദിവസത്തെയും നമുക്ക് ഇൻഡിവിജ്വലായി പരിചയപ്പെട്ടാലോ? ഫെബ്രുവരി 7 റോസ് ഡേ. പ്രണയിതാക്കൾ പരസ്പരം റോസുകൾ കൈമാറി പ്രണയം ഒരിക്കൽ കൂടി പങ്കാളിയോട് പറഞ്ഞുറപ്പിക്കുന്ന നിമിഷം. നിങ്ങളുടെ മനസ്സിൽ പ്രണയം മുട്ടിട്ടല്ലേ? പ്രണയം പറയാൻ കൊതിക്കാത്തവരാരാ ഉള്ളത്? പ്രണയിനിയോട് പ്രണയം പറയാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല. ഫെബ്രുവരി 8 പ്രപ്പോസ് ഡേ. ഒരാളോട് ഇഷ്ടമാണെങ്കിൽ അത് മുഖത്ത് നോക്കി പറയാനും അതിനൊരുത്തരം കിട്ടാനും കാത്തിരിക്കുന്ന ദിവസം. കാമുകിക്ക് സമ്മാനിക്കുന്നതിൽ വെച്ച് ഏറ്റവും നല്ല സമ്മാനം എന്തായിരിക്കും? അതിനുള്ള ഉത്തരം ചോക്ലേറ്റിലുണ്ട്. അതുകൊണ്ടാണല്ലോ പ്രണയനായകന്മാരെ ചോക്ലേറ്റ് പയ്യൻസ് എന്ന് വിളിക്കുന്നത്. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ. നിങ്ങളുടെ പ്രണയിനിക്ക് ചോക്ലേറ്റ് സമ്മാനിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രണയം കൂടുതൽ മധുരമുള്ളതാക്കാം. സ്ത്രീകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ടെഡ്ഡി. ഫെബ്രുവരി 10 ആഘോഷിക്കുന്ന ടെഡ്ഡി ഡേയിൽ പ്രണയിനിക്ക് ടെഡ്ഡി സമ്മാനിക്കുമ്പോൾ നിങ്ങളോടുള്ള സ്നേഹം ഇരട്ടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഫെബ്രുവരി 11-നാണെങ്കിലോ പ്രോമിസ് ഡേ. പ്രണയിക്കുന്നവർക്ക് പരസ്പരമുള്ള പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്നതിനുള്ള ദിവസം. നമ്മുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ വാക്കുകൾ പരാജയപ്പെടുമ്പോൾ ശാരീരിക സ്പർശനത്തിന്റെ ഭാഷ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാറുണ്ടല്ലേ. പ്രണയ ആഴ്ചയിലെ 5-ാം ദിവസമായ ഹഗ് ഡേയിൽ ഊഷ്മളമായ ഒരു കെട്ടിപ്പിടുത്തത്തിലൂടെ സ്നേഹവും കരുതലും ഓരോരുത്തരും പങ്കിടുന്നു. പ്രണയത്തിന്റെയും അടുപ്പത്തിന്റെയും ആഴ്ച അവസാനിക്കുമ്പോൾ ഇതിലും നല്ലൊരു സ്നേഹപ്രകടനം വേറെയില്ല എന്ന് പറയണമെങ്കിൽ അത് ചുംബനമായിരിക്കണം. മധുരമുള്ള ഒരു ചുംബനം നിങ്ങളുടെ ലവറിന് നൽകിക്കൊണ്ട് ഫെബ്രുവരി 13 ഓരോരുത്തരും ആഘോഷിക്കണം. അങ്ങനെ അവസാനം പ്രണയിതാക്കൾക്കുള്ള ദിവസമായി ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. പ്രേമിക്കാൻ ആഗ്രഹമുള്ളവർക്കും പ്രേമത്തിന്റെ ഉറവ മനസ്സിൽ പൊട്ടിമുളച്ചവർക്കും സ്വകാര്യമായി ആഹ്ലാദിക്കാനുള്ളൊരു ദിവസം. പ്രണയദിനം. പ്രണയദിനം പ്രണയമുള്ളവർക്ക് മാത്രമല്ല, പ്രണയം മനസ്സിൽ സൂക്ഷിക്കുന്നവർക്കും ആഘോഷിക്കാം. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന് പ്രണയിനിയോട് അല്ലെങ്കിൽ പ്രണയിതാവിനോട് സ്നേഹപൂർവ്വം പറയുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിങ്ങളോടുള്ള പ്രണയം തിരിച്ചറിയുക. പ്രണയം പവിത്രമാണ്. പ്രണയിക്കാൻ തുടങ്ങിയവരും പ്രണയം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരും ആഘോഷിച്ചു തുടങ്ങിക്കോളൂ. സമ്മാനങ്ങളും റോസാപ്പൂക്കളും നൽകി നിങ്ങളുടെ പങ്കാളിയോടൊപ്പം ചെലവഴിക്കാനുള്ള ദിവസങ്ങളാണ് ഇനി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുമിച്ചുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് സുന്ദരമാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു.